ഇവിടെ ഇപ്പോഴും പഴയ ടിക്കറ്റാണ് കണ്ടോ. ഇത് മറ്റേ നിങ്ങൾ കണ്ടിട്ടോ, മറ്റേ കട്ടി പേപ്പറിൻ്റെ കഷ്ണം വെച്ചിട്ടുള്ള ടിക്കറ്റാണ് കണ്ടോ. ഇതിപ്പോൾ അനാവലിന് വകായി പോകാനുള്ള ഈ ചേട്ടൻ്റെ ടിക്കറ്റാണ്. ഞാനത് പുള്ളിയെ നോക്കുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് വാങ്ങിച്ച് നിങ്ങളെ കാണിച്ചാണ് കണ്ടോ. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ പക്ഷേ പുതിയ ടിക്കറ്റാണ്, പക്ഷേ ഇത് ഇവിടെ കൊടുക്കുന്ന പഴയ ടിക്കറ്റാണ് കണ്ടോ. അടിപൊളിയല്ലേ. ഉനായി വൺ സ്റ്റാർ റോഡോ അങ്ങനെ എന്തോ ഒരു സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ ഒരു ഉനായി മാതാ മന്ദിർ എന്നൊരു അമ്പലമുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ഫേമസ് അമ്പലമാണ്. അപ്പോൾ അവിടെ ഇറങ്ങേണ്ടവർക്കൊക്കെ ഇവിടെ ഇറങ്ങിയാൽ മതി എന്നൊരു ബോർഡാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം കരുതിയത് ഈ റൂട്ട് ഹില്ലി ഏരിയ ആയിരിക്കുമെന്ന്, പക്ഷേ ഹില്ലി ഏരിയ അല്ല കേട്ടോ, ഫുള്ള് പ്ലെയിൻ ഏരിയ ആണ്. അപ്പുറത്തും ഇപ്പുറത്തും കൃഷി സ്ഥലങ്ങളും ചുമ്മാ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അതുകൊണ്ടോ പഴയ സ്റ്റേഷനിൽ എനിക്ക് തോന്നുന്നു അവശിഷ്ടമാണെന്ന് തോന്നുന്നു. ഇനി 2 സ്റ്റേഷനും കൂടെ ഉള്ളു വകായി എത്താൻ വേണ്ടി. നമ്മുടെ വണ്ടി കറക്റ്റ് ടൈമൊന്നും അല്ല, ഇത് അവിടെ എവിടെയൊക്കെ നിർത്തി പോകുന്ന വേണ്ടേ. ഇപ്പോൾ 1:10 സമയം. ഇപ്പൊ നമ്മളൊരു ഘോര വനത്തിൽ കയറിയ പോലെ ഒരു ഫീലുണ്ട്. ചുറ്റിനും കാടാണ്. ഇത് കാടാന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഫോറസ്റ്റിന്റെ ഏരിയ എന്നാ തോന്നുന്നത്. കണ്ടിട്ട് ഫുള്ള് കാടാണ്.
ഈ പാലം പൊളിച്ചാട്ടോ. ഇത് ഏതോ അംബിക എന്നൊരു നദിയാണ്, അംബിക റിവർ ബ്രിഡ്ജ് എന്നാണ് ഇനി പറയുന്നത്. ആ പാലത്തിലൂടെ ട്രെയിൻ പക്ഷെ പയ്യാണ് പോകുന്നത് കേട്ടോ. അടിപൊളി ആ പാലം. ഈ വകൈ എത്തുന്നതിന് മുമ്പുള്ള അവസാനത്തെ സ്റ്റേഷനാണ് ഈ ദുംഗർദ എന്ന സ്റ്റേഷന് പേര്. അപ്പോൾ ഇനി അടുത്തത് വകൈയാണ്. അങ്ങനെ വകായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലമാണ് വകായി എന്ന് പറയുന്നത്. കണ്ടാ, അതാ നമ്മൾ വകായി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് വകായി. നമ്മളിവിടം വരെ ഉള്ളു, വണ്ടി ഇവിടം വരെ ഉള്ളു, തീർന്നു. എൻ്റെ പോയൊന്ന് പറയണ്ടോ, നല്ല അടിപൊളി വെറൈറ്റി ട്രെയിൻ യാത്ര, ലോക്കൽ ട്രെയിൻ യാത്ര. ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള ഇതുപോലത്തെ ട്രെയിൻ യാത്ര. ഇങ്ങനത്തെ ട്രെയിൻ, ഇങ്ങനത്തെ റൂട്ടും ഒരു സിഗ്നൽ പോലും ഇല്ലാത്തൊരു ഇന്ത്യൻ റെയിൽവേയുടെ ഒരു റൂട്ട്. എന്താ അല്ലേ, അടിപൊളി, ഒന്നും പറയാനില്ല. ഇത് വളരെ ചെറിയൊരു സ്ഥലമാണ്. ഇവിടെ അടുത്ത് കുറേ ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ, പിന്നെ ഒരു ഗിര വാട്ടർഫോൾസ്, അങ്ങനെ 2-3 സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാനാണ് ഇവിടെ ആൾക്കാർ മെയിനായിട്ട് വരുന്നത്. വീക്കെൻഡിലൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇവിടെ ആ വകായി ബൊട്ടാനിക്കൽ ഗാർഡനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു മാൻമെയ്ഡ് ഗാർഡൻ ആണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ഒരു സ്പോട്ടാണ്. ഞാൻ എ സിക്കല്ലേ പോകുന്നത്, അപ്പോൾ എ സിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് അവരത് പൂട്ടിയിട്ടേക്കുക. ലാസ്റ്റ് ഞാൻ സ്റ്റേഷനിൽ പോയി പറഞ്ഞ ആ ചേട്ടൻ തുറന്നു തരാമെന്ന് പറഞ്ഞ് തുറന്നു തരണം. അപ്പോൾ നമുക്ക് മാത്രം വേണ്ടിയാണ് ഈ എ സി കോച്ചിൽ ഓടുത്തത്. അങ്ങോട്ട് പോകാനായിട്ട് ആരില്ലായിരുന്നു കേട്ടോ. അതെന്തായാലും കൊള്ളാം. അപ്പോൾ എൻ്റെ പുറകെ കിടക്കുന്ന ഈ ഐറ്റത്തിലാണ് ഇനി തിരിച്ച് ബിലിമോറയ്ക്ക് പോകാൻ പോകുന്നത്. വകായില് ഒരു 92% ആൾക്കാരും ട്രൈബൽസ് ആണ്. ഡാങ് വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ട്രൈബൽസ് ആണ് ഇവിടെ കൂടുതലും. ഇതൊരു ചെറിയൊരു സ്ഥലമാണ്. ഇത് ടൗണിൻ്റെ മെയിൻ നടുക്കായിട്ടാണ് ഈ സ്റ്റേഷൻ ചെയ്യുന്നത്. അവിടെ അപ്പുറത്തൊന്നുമില്ല, ഒരു ആൽമരം മാത്രമേ ഉള്ളൂ. ഒരു ചായക്കട പോലും ഇല്ല. ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ട് പോലും ഇല്ല, പട്ടിണിയാണ്. എൻ്റെ ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് എക്സ്പെക്ട് ചെയ്താണ് ഗുഡ് ഡേ ഒക്കെ മേടിച്ച് വെച്ചത്. അപ്പോൾ അതാണ് ഈ വകായിനെ പറ്റി പറയാനുള്ളത്. ഇത് കുറച്ച് ഒരു ഏകദേശം ഒരു ഹില്ലി ഏരിയ അടുത്തായിട്ട് വരും. പക്ഷേ ഹില്ലി ഏരിയ അല്ല, ഹില്ലി ഒരു മലയുടെ ഒക്കെ താഴ്വാരൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ കോച്ച് ഇതാണ്, AC ടൂറിസ്റ്റ് കോച്ച്. ഒരു ഏകദേശം ഒരു വിസ്റ്റഡം കോച്ച് പോലത്തെ ഒരു കൺസെപ്റ്റാണ് ഇത്. ഞാൻ പറയാം, 2021 ഈ ഒരു കോച്ച് ഈ ഒരു ട്രെയിൻ അവരെ കൊടുത്തു. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറി പോവാം. അകത്തോട്ട് കയറി പോകുമ്പോൾ ഇത് കൊള്ളാമല്ലോ. ഇത് നമ്മുടെ എന്താ ഒരു കുഞ്ഞ് നാരോ ഗേജ് വിസ്റ്റഡം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടാണ് എൻ്റെ സീറ്റ് വരുന്നുണ്ട്, ഇവിടെ വിൻഡോ സീറ്റ്. അപ്പോൾ ഇതിനകത്ത് ടോയ്ലറ്റൊക്കെ ഉണ്ട്. കണ്ടോ, ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ കയറി വരുമ്പോൾ ഇതിനകത്ത് മറ്റേ പഴയ കോച്ചിലൊന്നും ടോയ്ലറ്റ് ഇല്ലല്ലോ, പക്ഷെ ഇതിനകത്തൊരു നല്ല അടിപൊളി ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റ് ഉണ്ട്. കണ്ടോ, അത് കൊള്ളാം, എന്തായാലും നന്നായിട്ടുണ്ട് അത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച്, AC ടൂറിസ്റ്റ് കോച്ച്. ഇതിന് ഇവിടെ നിന്ന് വകായിന് ബിലിമോർ വരെ 265 രൂപയാണ്. മറ്റേ നമ്മൾ സാധാരണ നോർമൽ ജനറലിനെക്കാട്ടും ഭയങ്കര ഓപ്പോസിറ്റ് ആയിട്ട് ഭയങ്കര അഡ്വാൻസ് ആയിട്ട് ഇതിനകത്തെ സീറ്റുകൾ. ഇവിടെ മുന്നിൽ നമുക്ക് കഴിക്കാനൊരു ടേബിൾ പോലെ ഉണ്ട്, ടേബിള്. പിന്നെ ഇതിൻ്റെ സീറ്റ് എല്ലാം മറ്റേ സാധാരണ നമ്മൾ AC ചേർക്കാറുള്ള പോലത്തെ പുഷ് ബാക്ക് സീറ്റാണ്. കണ്ടോ, പുഷ് ബാക്കാണ്. പിന്നെ ട്രേ ടേബിളുണ്ട്. അങ്ങനെ എല്ലാ സംഭവം അടങ്ങിയൊരു അടിപൊളി ഒരു കോച്ചാണ്. അങ്ങോട്ട് പോകുമ്പോൾ ശരിക്കും എടുത്താൽ മതിയായിരുന്നു, കാരണം ബാക്ക് സൈഡ് കിട്ടി. ഇപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ആ എഞ്ചിൻ്റെ ഒരു മാസീവ് ലുക്ക് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരമുണ്ടോ, പക്ക ഒരു ഗ്രാമം പോലെ തന്നെ
നമുക്ക് ഇവിടെ വേറെ ഒന്നുമില്ല, ഒരു കടകളോ ഒന്നുമില്ല. ഞാൻ ഇതിൽ പഴം വല്ലതും വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കുക. ഇവിടെ ഒരു ചേട്ടൻ ബിരിയാണി പാഴ്സലാക്കി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് 50 രൂപയുള്ള ബിരിയാണി കണ്ടോ. ചിക്കൻ ബിരിയാണിയാണ്, ഹൈദരാബാദി ബിരിയാണി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി പാഴ്സൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ബിരിയാണി വാങ്ങിച്ചു, വണ്ടിയിരുന്ന് കഴിക്കാം. 50 രൂപ ഉള്ളതാ ബിരിയാണിക്ക്. എന്താ അല്ലേ, എന്തായാലും കൊള്ളാം. അപ്പം അതിവിടെ ഫുഡ് കിട്ടുമെന്ന് എന്തായാലും മനസ്സിലായി. ഇനി ഇവിടെയൊക്കെ വരുവാണെങ്കിലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബാക്കപ്പായിട്ട് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടുപോകും. അപ്പം എൻ്റെ കൂട്ടിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയോണ്ടും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിൽ പണി വേണം. ഇതാണ് ഗിര വാട്ടർഫോൾസ് ഉണ്ട്. ഏകദേശം നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ ഉണ്ട്, കറക്റ്റ് അതേപോലെ ഉണ്ടല്ലേ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പരിപാടി എല്ലാം കഴിഞ്ഞ് 2:30 ആയപ്പോൾ തന്നെ നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. കേട്ടോ, നമ്മൾ ലോക്കോടെ തൊട്ട് പുറകിൽ. അടിപൊളി. ബഗായി എന്ന സ്ഥലം ശരിക്കും ഒരു കാട് മൊത്തം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. കാടാണ് അപ്പുറത്തും ഇപ്പുറത്തല്ല. ബഗായി ഏരിയ നമ്മൾ വരുന്ന വഴിക്ക് അങ്ങനെ കാടില്ല, പക്ഷെ ബഗായി ഈ ഒരു ഏരിയ മൊത്തം കാടാണ്. പിന്നെ അപ്പുറത്ത് കുറെ മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ മഹാരാഷ്ട്രയിലേക്ക്, അധികം ദൂരമൊന്നുമില്ല. ബോർഡർ ഇവിടെ അടുത്താണ്. പാലെന്തായാലും കൊള്ളാം കേട്ടോ, നല്ല അടിപൊളി പാലാണ്. എനിക്ക് അംബിക നദി എന്നാണ് ഈ നദിയുടെ പേര്. ഇവിടെ ശരിക്കും മഴയുള്ളപ്പോൾ വരണം. ഈ ഗുജറാത്തിൽ മഴയുള്ളപ്പോൾ ഇവിടെ വന്നാൽ അടിപൊളിയായിരിക്കും. ഇപ്പം ഈ മഴയില്ലാത്തതുകൊണ്ട് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കരഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് പുറത്ത് കാണുമ്പോൾ അത്ര വലിയ ഇതൊന്നും തോന്നത്തില്ല. അങ്ങനെ കാണാൻ മാത്രം അങ്ങനൊന്നുമില്ല. എന്താ ബിലിമോറിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗം കുറച്ച് നല്ലതാണ്. പിന്നെ ഈ ഒരു ഭാഗം ബഗായി ഈ ഭാഗം നല്ലതാണ്. ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ പോകണം. വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ്, മാറിയാണ് പറഞ്ഞു. ഇവിടെ അടുത്താണ് മഹാരാഷ്ട്ര ബോർഡർ. മഹാരാഷ്ട്ര ബോർഡർ അങ്ങോട്ട് ചെല്ലുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര പിന്നെ അവിടെ ജൽഗാവ് അങ്ങനെ കുറേ സ്ഥലമൊക്കെ ഉണ്ട് മഹാരാഷ്ട്രയിൽ. അപ്പോൾ മഹാരാഷ്ട്രയുടെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഗുജറാത്തിൻ്റെ സദേൺ ഭാഗവും മഹാരാഷ്ട്രയുടെ നോർത്തേൺ ഭാഗമാണ് ഇവിടെ ഉള്ളത്. ഈ സ്റ്റേഷൻ്റെ പേരുണ്ട് കാലഅമ്പ. കാലഅമ്പ കൊള്ളാം, നല്ല പേര് കണ്ടോ, കാലഅമ്പ. ഇവിടത്തേക്ക് വീടുകൾ തന്നെ ശ്രദ്ധിച്ചോ, എന്താ ഭയങ്കര ചെറിയ ചെറിയ വീടുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, കൂടുതലും ട്രൈബൽസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ അതുപോലത്തെയാണ് എല്ലാ സെറ്റപ്പും ഇവിടെ ഉള്ളത്. നമ്മൾ അനാവൽ എന്ന സ്റ്റേഷനിൽ തിരികെയാണ്. എനിക്ക് അതിനകത്തിട്ട് തണുത്തിട്ട് വയ്യാണ്ട് പുറത്തിറങ്ങിയത്. പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യാൻ അപ്പുറ സൈഡിലൊന്നും ഇല്ല കാര്യമായിട്ട്. ഇത് ലെവൽ ക്രോസിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതായത് ഇതിന്റെ പുറകിലൊരു മഞ്ഞ ഷർട്ടിട്ടൊരു പുള്ളിയുണ്ട്. ഈ പുറകിലത്തെ കോച്ചിലേറ്റും പുറത്ത് വെച്ചിട്ട് പുള്ളി ലെവൽ ഈ ഒത്തിരി വണ്ടികളുള്ള റോഡുള്ളടുത്ത് പുള്ളി ഇറങ്ങി മുന്നോട്ട് പോകും. അപ്പോൾ ലെവൽ ക്രോസിങ്ങിന് മുന്നേ വണ്ടി നിർത്തിയിട്ട് പുള്ളി മുന്നോട്ട് പോയിട്ട് അവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു കയറ് സാധനമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ റോഡിന് 2 സൈഡും ഇങ്ങനെ കെട്ടും. അവിടെ ഇങ്ങനെ നീട്ടിയിടും ഇങ്ങനെ. എന്നിട്ട് പുള്ളി പച്ചക്കറി കാണിച്ചിട്ടാണ് ട്രെയിൻ പോകുന്നത്. എന്നിട്ട് ട്രെയിൻ ലെവൽ ക്രോസ് കടന്ന് കഴിഞ്ഞിട്ട് പുള്ളി വണ്ടി വീണ്ടും നിർത്തിയിട്ട് പുള്ളി നേരെ വന്ന് കയറും. അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തൊക്കെ പരിപാടിയല്ലേ. ഇവർ ഈ കോച്ചിൽ എന്താ ചെയ്തിരിക്കുന്നത് അറിയാം. ഇവിടെ 2 കൂളർ വെച്ചിട്ടുണ്ട് ഇവിടെ, പിന്നെ മുന്നിൽ ഒരെണ്ണമുണ്ട്. പിന്നെ ഇവിടെ ഒരു AC വെച്ചിട്ടുണ്ട് ലോയിഡിന്റെ. അപ്പോൾ ആ ലോയിഡിന്റെ AC വറക്കാൻ വേണ്ടി ഈ കോച്ചിന് ഏറ്റവും പുറകിൽ താഴെയായിട്ടൊരു ജനറേറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജനറേറ്റർ വഴിയാണ് കറണ്ട് വരുന്നത്. ധോലിക്കോർ എന്ന സ്റ്റേഷനാണ്. ഇത് കണ്ടു, ഇവിടെ പഴയ പണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ തടിയുടെ സ്ലീപ്പറുകളാണ് കണ്ടോ. ഇപ്പോഴാണ് മറ്റേ ഇരുമ്പിന്റെ ആ സംഭവം വെച്ചിരിക്കുന്നത്. പണ്ട് തടിയുടെ സ്ലീപ്പറുകളായിരുന്നു കേട്ടോ. നമ്മൾ ശ്രീലങ്ക ഇപ്പോൾ കണ്ടില്ലായിരുന്നു മറ്റേ ഇതിൽ തടിയുടെ സ്ലീപ്പറുകൾ. അപ്പോൾ അതാണ് പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മാറ്റി ഇപ്പം വേറെ വെച്ചതാണ്. ഞാൻ പുറത്തെ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഡോറൊന്ന് കാണിക്കാത്തതെന്ന് വെച്ചാൽ ഈ ഡോർ പറഞ്ഞാൽ തണുപ്പ് പോകും. കാരണം നമ്മളിപ്പോൾ സാധാരണ AC കോച്ച് എന്ന് പറയുമ്പോൾ വേറെ സെപ്പറേറ്റ് പോർഷൻ അല്ലേ എയർ കണ്ടീഷൻ്റെ. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, ഡോർ പറഞ്ഞാൽ തണുപ്പ് പോകും. അങ്ങനെ ഡോറ് തുറക്കാത്തത്. ഡോർ തുറന്നപ്പോൾ ഇത്രയും തണുപ്പിച്ചെല്ലാം ഒറ്റ അടിക്ക് പോകും. അപ്പോൾ ഞാൻ ഇനി നേരെ ഇവിടെ ബിലിമോര പോയിട്ട് തിരിച്ചിനി മുംബൈ പോയിട്ടാണ് ഇവിടെ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് മുംബൈ സ്റ്റേ ആയിരിക്കും. അപ്പോൾ ഇത് ഒരു 5:30-6 മണിയാകുമ്പോൾ എത്തുമായിരിക്കും. 6:20 ഞാൻ ഒരു വണ്ടിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹരിദ്വാറിന്ന് ഇവിടെ ബാന്ദ്ര വരെ പോകുന്നൊരു എക്സ്പ്രസ് ഉണ്ട്.
അതിന് നമ്മൾ ഈ മംഗലാപുരം ഉദ്യാന സ്പെഷ്യൽ വന്ന പോലെ ചറപറ സ്റ്റോപ്പാണ്. പക്ഷേ സ്പെഷ്യലല്ല, എക്സ്പ്രസ് ആണ്. അതുകൊണ്ട് വിശ്വസിച്ച് പോവാം, എത്തും, ടൈമിന് എത്തും. അപ്പോൾ അത് ഒരു 6:30 ആകുമ്പോഴത്തേക്ക് ഞാൻ സ്ലീപ്പറിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേ പോകുന്ന ഈ എല്ലാ വണ്ടികൾക്കൊന്നും ബിലിമോരയിൽ സ്റ്റോപ്പില്ല. അല്ല, ഒന്നുകിൽ നമ്മൾ വത്സാർ ഉപയോഗിക്കാറ്. വത്സാറും സ്റ്റോപ്പുള്ള വണ്ടികൾ കുറവാണ്. നമുക്ക് മുംബൈക്ക് ഡയറക്റ്റ് പോകണമെങ്കിൽ ഇപ്പോൾ ഈ വൈകിട്ടത്തെ ടൈമിന് ഈ ഒരു വണ്ടിയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 7:40 ഒരു നന്ദുർബർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബൊറിവാലി പോകുന്നൊരു വണ്ടിയേ ഉള്ളൂ. ഇതിന് പോയാലും എനിക്ക് ബൊറിവാലി ഇറങ്ങാനേ പറ്റത്തില്ല, കാരണം ഇത് ബാന്ദ്രയ്ക്കാണ് പോകുന്നത്. ഞാൻ മുംബൈ സെൻട്രലിൽ മറ്റേ പോഡ് എടുത്തിട്ടുണ്ട്, അന്ന് എടുത്തില്ലേ, സ്ലീപ്പിംഗ് പോഡ്. അപ്പോൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ബൊറിവാലി പോയിട്ട് ലോക്കൽ ട്രെയിൻ പിടിച്ച് പോകണം. നിങ്ങൾക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് നാട്ടിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ 2-3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് വത്സാദ് ഇറങ്ങാം. വത്സാദാണ് നമ്മുടെ അടുത്തുള്ള സ്ഥലം. വത്സാദ് ഇറങ്ങിയാൽ വത്സാദ് സ്റ്റോപ്പുള്ള വണ്ടികൾ നോക്കിയെടുക്കണം, കാരണം എല്ലാ വണ്ടികൾക്കും വത്സാദ് സ്റ്റോപ്പില്ല. പിന്നെ അടുത്ത ഓപ്ഷൻ സൂറത്ത് കുറച്ചുകൂടി ദൂരമുണ്ട്. സൂറത്ത് എല്ലാ വണ്ടികൾക്കും സ്റ്റോപ്പ് ഉണ്ടാവും. സൂറത്തിന് വേറെ വണ്ടിക്ക് മുംബൈ ഭാഗത്തുള്ള വണ്ടിക്ക് കയറി തിരിച്ച് ബിലിമോര വരാം, ബിലിമോര സ്റ്റോപ്പുള്ള വണ്ടിക്ക് കയറി വരാം. അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് വാപ്പി ഇറങ്ങാം. ഈ 3 സ്ഥലത്ത് എവിടെയെങ്കിലും ഇറങ്ങിയാൽ എനിക്കിത് വത്സാദാണ് ഒന്നുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം. വത്സാദ് ഇറങ്ങിയാൽ ഒരു അരമണിക്കൂർ പോലും വേണ്ട ബിലിമോര വരാൻ. അപ്പോൾ ബിലിമോര വന്നാൽ രാവിലെ വഗായ്ക്ക് പോകണമെങ്കിൽ 10 രൂപയാണ് വണ്ടി. പിന്നെ രാത്രിയിലുണ്ട് ഈ വണ്ടി തന്നെ സെയിം രാത്രി പോകുന്നുണ്ട്, അതേ 7:30 എന്തോ ആണ്. പിന്നെ വഗായിന് രാവിലെ വരുന്നതാണ് തിരിച്ച് 10 രൂപന് ബിലിമോരയിൽ നിന്ന് വഗായ്ക്ക് പോകുന്നത്. മനസ്സിലായോ? രാവിലെ 6 മണിക്ക് എന്തോ ആണ് എടുക്കുന്നത്, 9:20 ഇവിടെ എത്തും, ബിലിമോരയിലെത്തും. അതാണ് നമ്മൾ രാവിലെ കണ്ടത്. അപ്പോൾ അങ്ങനെ 1, 2, 3, 4 ട്രിപ്പ് ഒരു ദിവസം ഈ ഒരു ഒറ്റ വണ്ടിയും കൊണ്ട് അവർ ട്രിപ്പ് അടിക്കുന്നുണ്ട്. ഇപ്പം ഇതിനകത്തെ ലോക്കോ പൈലറ്റുമാർ രാവിലെ നമ്മൾ പോയ ലോക്കോ പൈലറ്റുമാർ തന്നെ തിരിച്ചും വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇനി രാത്രിയിൽ പോകുന്ന വേറെ ക്രൂ ആയിരിക്കും, അവരായിരിക്കും രാവിലെ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെയാണ് ലോക്കോ പൈലറ്റുമാർ മാറുന്നത്. വേറൊരു കാര്യം പറയാൻ മറന്നു, എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോൾ ഈ ട്രാവലിംഗ് ചെയ്ത് AC കോച്ച് ഉണ്ടല്ലോ, AC ടൂറിസ്റ്റ് കാർ, അതിൻ്റെ ബുക്കിംഗ് തുടങ്ങുന്നത് 7 ദിവസം മുമ്പാണ്. അഡ്വാൻസ് ആയിട്ട് 7 ദിവസം മുമ്പാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രെയിനിന് ഈ ഒരു കോച്ചിന് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഡേറ്റിൽ നിന്ന് ഒരു 7 ദിവസം മുമ്പ് അതിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ആകത്തുള്ളൂ. അപ്പം അങ്ങനെ വേണം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആപ്പിൽ കൂടെ ബുക്ക് ചെയ്യാൻ പറ്റും, വലിയ പാടൊന്നുമില്ല. ബിലിമോരെന്ന വകയിലേക്ക് സെർച്ച് ചെയ്താൽ അതിൻ്റെ CC കാണിക്കും, ചേർക്കാർ, അത് മാത്രം ബുക്ക് ചെയ്താൽ മതി. 265 രൂപയാണ് ഒരാൾക്കാവുന്നത്. നമ്മളിപ്പോൾ നോർമലി ട്രെയിനുകൾക്ക് ബുക്കിംഗ് തുടങ്ങുന്നത് 3 മാസം മുമ്പല്ലേ, പക്ഷേ ചില വണ്ടികൾക്കൊക്കെ ഇത്ര ദിവസങ്ങൾക്ക് മുമ്പേ ഓപ്പൺ ആകത്തുള്ളൂ. നമ്മളന്ന് പോയില്ല IRCTC മറ്റേ അഹമ്മദാബാദ് വന്ന തേജസ്, ആ വണ്ടിക്ക് 30 ദിവസം മുമ്പാണ് അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് 7 ദിവസം മുമ്പ്. അങ്ങനെ ചില വണ്ടികൾക്ക് ഇത്ര ടൈം പീരീഡ് ഒന്നുണ്ട്.
ഇവിടെ ഒരു സംഭവം കണ്ടോ, എല്ലാൻ്റെയും ഒക്കെ പണിയുന്ന സംഭവം. ഇതെന്തുവാ, മറ്റേ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പില്ലറ് വല്ലതാണോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു കേട്ടോ. അതേപോലെ ഉണ്ട്, കാരണം ഉള്ളിൽ കൂടെയാണ്. ആർക്കറിയാം എന്താന്ന്. മറ്റേ എന്തോ ഒരു റാപ്പിഡക്സ് പോലത്തെ എന്തൊരു സംഭവം ഉണ്ട്. അത് ബിലിമോര അടുത്തുടങ്ങാണ്ട പോകുന്നേ. ഇനി അതായിരിക്കും മിക്കവാറും. അങ്ങനെ ഫൈനൽ സ്റ്റേഷനായ ഗാന്ധേവി എത്തിയിരിക്കണം. ഗാന്ധേവി അല്ല, ഗന്ധേവി സോറി ഗന്ധേവി. അപ്പോൾ ഇവിടെയാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. പിന്നെ നേരെ ബിലിമോര ജംഗ്ഷൻ. ഇവിടെ എല്ലാ സ്റ്റേഷനിലും ഇതേപോലെ അബാൻഡൺ എന്ന് പറഞ്ഞ പഴയ കെട്ടിടമൊക്കെ ഉണ്ട്. ഇത് പഴയ കെട്ടിടമായിരുന്നു. അപ്പോൾ പുതിയ കെട്ടിടമൊന്നും പണിതില്ലാവോ, ഒന്നും കാണുന്നില്ല. ലോക്കോ പൈലറ്റ് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയി. അയ്യോ വണ്ടി വിടൂ. കുച്ചു 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 ട്രാക്ടർ കുച്ചു 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 കുച്ചു. അങ്ങനെ ബിലിമോര ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടിയില്ലേ, അതാണ് ആ പുള്ളി കൊടി കാണിച്ച് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ആ പരിപാടി. കണ്ടാ, പുള്ളി ഇറങ്ങിപ്പോയിട്ട് ചെയ്യുക. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെയിൽവേ ഇന്ത്യയിലുണ്ടെന്ന് അറിയുന്നത്. സിഗ്നലില്ല, ഒന്നുമില്ല. ആകെ ഒറ്റ ട്രെയിൻ മാത്രം വെച്ച് അവർ ഒരു ദിവസം 1, 2, 3, 4 ട്രിപ്പ് അടിക്കും. എന്താ അല്ലേ, ഇന്ത്യയിൽ ഇനിയും ഉണ്ട് ഇങ്ങനത്തെ ഇതേപോലത്തെ നാരോ ഗേജ്, മീറ്റർ ഗേജ് വണ്ടികൾ. കുറേയൊക്കെ നോർത്ത് ഇന്ത്യ, ഹിമാചൽ പ്രദേശ് ഭാഗത്തൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് പോകണം. ബിലിമോരയിലെ ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. ബസ് സ്റ്റാൻഡ്, ബിലിമോര ബസ് സ്റ്റാൻഡ്. അങ്ങനെ നമ്മൾ ബിലിമോര സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ആ 3 മണിക്കൂറിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ബിലിമോര ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പം സമയം 5:57, 6 മണിയായി. ഈ സാധനം എന്തായാലും പൊളിച്ചേട്ടോ. ZTM5 കൊള്ളാം. നല്ല ലുക്കല്ലേ ആ സാധനം, ഭയങ്കര ഒരു ക്യൂട്ട് ലുക്ക്. ശരിക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ട്രെയിനാണ്. നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ബിലിമോര വഗായി, അതായത് വഗായി ബിലിമോര ട്രെയിനിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നേരെ നാട്ടിലേക്കുള്ള വീഡിയോ ആണ്. ആദ്യം ഇവിടുന്ന് ബിലിമോരയിൽ നിന്ന് ബൊറിവലി പോകും. അവിടെ നിന്ന് പിന്നെ സ്റ്റേ അടിച്ചിട്ട് അടുത്ത ദിവസം മറ്റേ LTT കൊച്ചുവേളിക്കാണ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അടുത്ത ദിവസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാം. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴേക്കും ബൈ.